ഏലക്ക വില 3000-ലേക്ക് ഉയരുന്നു. ഒരു മാസത്തിനിടെ 1000 രൂപയാണ് കൂടിയത്. എന്നാൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ കർഷകർക്ക് വില വർധനയുടെ ഗുണം കാര്യമായി ലഭിക്കുന്നില്ല. ഒരു മാസം മുമ്പ് വരെ ഏലക്കയുടെ ശരാശരി വില 2000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിലയിൽ 1000 രൂപയുടെ വർധനയുണ്ടായി. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ 3200 വരെ രേഖപ്പെടുത്തി. കട്ടപ്പന, നെടുങ്കണ്ടം, ശാന്തൻപാറ തുടങ്ങിയ കമ്പോളങ്ങളിൽ 3000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. കടുത്ത വേനലിൽ വ്യാപകമായി ഏലം കൃഷി നശിച്ചിരുന്നു. ഇതുമൂലം ഇത്തവണ ഉൽപ്പാദനവും ഗണ്യമായി കുറഞ്ഞു. ഇതൊക്കെ കണ്ടോ, ഇത് രണ്ടാം വർഷം ശരിക്കും കായ കിട്ടേണ്ട ഒരു സമയമാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ വേനലൊക്കെ വന്ന കാരണം തികച്ച കാവ് ഈ വർഷം ഈ ഉൽപ്പാദനം വളരെയധികം കുറവാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന വില കർഷകർക്ക് അത് യാതൊരു കാരണവശാലും അത് നമുക്കത് പ്രയോജനപ്പെടുന്നില്ല. അതൊക്കെ ബിസിനസ്സുകാർക്കാണ് അത് കൂടുതൽ ഇപ്പം പ്രയോജനപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ബിസിനസ്സുകാർക്ക് വേണ്ടി കൃഷിക്കാരൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വർഷം 6 തവണ വരെ ഏലക്ക വിളവെടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 തവണ മാത്രമാണ് പല തോട്ടങ്ങളിലും വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം 5 തവണ വിളവെടുത്തെങ്കിൽ ഈ പ്രാവശ്യം അത് 2 തവണയിൽ ഒതുങ്ങിയിരിക്കുക. ഉൽപ്പാദനത്തിൽ 60% കൂടുതൽ കുറവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ഒച്ചുശല്യവും ഏലം കൃഷിക്ക് വൻ തിരിച്ചടിയായി. വളങ്ങളുടെയും കീടനാശിനികളുടെയും വില കുതിച്ചുയർന്നു. കൃഷിച്ചെലവ് കൂടിയതും ഉൽപ്പാദനം കുറഞ്ഞതും മൂലം ഏലം വിലവർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.